നമ ശിവായ. ഹര ഹര ശിവശങ്കര. ജയ ജയ ശിവശങ്കര. ഓം മമ ഗുരു മഹാദേവ നമസ്തുതേ. മഹാദേവനിലും സ്വയംപുസ്താനിലും വിശ്വാസമർപ്പിച്ചിരിക്കുന്ന സജ്ജനങ്ങളെ, നിങ്ങൾക്ക് ഏവർക്കും മഹാദേവന്റെ വലിയ അനുഗ്രഹങ്ങളും കൃപയും ഉണ്ടായിരിക്കുന്നതിലേക്കായിട്ട് പ്രാർത്ഥിക്കും. എല്ലാവരെയും ഭഗവാൻ സമൃദ്ധമായി തന്നെ അനുഗ്രഹിക്കട്ടെ. നമ്മൾ ഇടയ്ക്ക് ചില പ്രഭാഷണങ്ങളിൽ കൂടി ദ്വാദശ ശിവലിംഗ കീർത്തനങ്ങളിൽ പറഞ്ഞിരിക്കുന്ന ജ്യോതിർലിംഗങ്ങളുടെ ഉത്ഭവവുമായി ബന്ധപ്പെട്ടുള്ള കഥകൾ പറഞ്ഞു തരികയും അതിൻ്റെ ശാസ്ത്രീയമായ അർത്ഥത്തിൽ കൂടി തന്നെ കടന്നു പോവുകയും ചെയ്യുകയുണ്ടായി. അങ്ങനെ സൗരാഷ്ട്രേ എന്ന് തുടങ്ങുന്ന ആ കീർത്തനത്തില് ഭീമാശങ്കരം എന്ന ജ്യോതിർലിംഗത്തെ കുറിച്ച് പറയുന്നുണ്ട്. ആ കീർത്തനം എല്ലാ ദിവസവും ജപിക്കുന്നവർക്ക് അത് മനസ്സിലാകുന്നുണ്ട് എന്ന് വിചാരിക്കുന്നു. ഇന്ന് നമുക്ക് ഭീമാശങ്കരം എന്ന ജ്യോതിർലിംഗത്തിന്റെ ഉത്ഭവവുമായി ബന്ധപ്പെട്ട ഒരു കഥയുണ്ട്. ഇത്തരം കഥകൾ നമുക്ക് പറഞ്ഞു തരുന്നത് ആ കഥകളിൽ ഒരു സാരാംശമുണ്ട്, അത് നമ്മുടെ ജീവിതത്തിൽ പകർത്തേണ്ടതാണ്. അങ്ങനെ അത്തരം കഥകൾ കേട്ടുകൊണ്ട് നമ്മൾ ആ കഥകൾ അങ്ങനെ നടന്നു എന്നുള്ളതിനപ്പുറം വിശ്വസിക്കേണ്ട ഒരു വസ്തുത, ഈ കഥയിൽ നിന്നും ഭഗവാൻ നമുക്ക് എന്ത് സന്ദേശമാണ് നൽകുന്നത് എന്നതാണ് മനസ്സിലാക്കേണ്ടത്. ഇതുപോലെ ഒരുപാട് കഥകളുണ്ട്. അങ്ങനെ അത്തരം കഥകളിൽ ഭഗവാൻ നമുക്ക് നൽകുന്ന സന്ദേശം എന്താണ് എന്നത് കൂടി നമ്മൾ ഓരോ കഥകൾ കേൾക്കുമ്പോഴും മനസ്സിലായി പോണം. അതിനായിട്ട് ഗുരു ആ സന്ദേശങ്ങളിൽ എന്താണ് അടങ്ങിയിരിക്കുന്നതെന്നും പറഞ്ഞു തന്നെയാണ് പോകുന്നത്. അങ്ങനെ വേണം നമ്മൾ പുരാണത്തിലെ കഥകൾ മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട്. അങ്ങനെയെങ്കിൽ നമുക്ക് ഭീമാശങ്കരം എന്ന ജ്യോതിർലിംഗത്തിന്റെ ഉത്ഭവത്തിലേക്ക് നമുക്ക് പോകാം. പണ്ടുകാലത്ത് ഒരു രാജ്യമുണ്ടായിരുന്നു. കാമരൂപം എന്നായിരുന്നു ആ രാജ്യത്തിന്റെ പേര്. ആ രാജ്യം ഇന്ന് അതൊരു രാജ്യമായിരുന്നു എന്നാണ് പറയുന്നത്. അവിടെ ഒരു രാജാവ് ഉണ്ടായിരുന്നു. ഈ പറയുന്ന പ്രദേശം ഇന്നത്തെ ആസാമിലാണ് കേട്ടോ. അപ്പോൾ ഈ പറയുന്ന സ്ഥലങ്ങളൊക്കെ നമ്മുടെ ഭാരതവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഭാരതത്തിൽ തന്നെ ഉള്ളതാണ്. ചിലപ്പോൾ അതിർത്തി രാജ്യങ്ങളിലേക്കും അത് വ്യാപിച്ചിട്ടുണ്ടാവും. ഇപ്പോൾ ഇവിടെ ഈ കാമരൂപം എന്ന് പറയുന്ന സ്ഥലം ആസാമിലാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ അനേകം വർഷങ്ങൾക്ക് മുമ്പ് ഈ കഥ നമുക്ക് തന്നിരിക്കുന്നത്. ഈ കാലത്തിൽ എന്താണ് നമുക്ക് ഉപയോഗം എന്നുള്ളത് കൂടി നോക്കാം. അപ്പോൾ അങ്ങനെ ആ രാജ്യത്ത്, അതൊരു രാജ്യമായിരുന്നു, അവിടെ മഹാപരാക്രമിയായ ഒരു രാക്ഷസൻ വസിച്ചിരുന്നു. ആ രാക്ഷസന്റെ പേര് ഭീമൻ എന്നായിരുന്നു. ഈ ഭീമൻ എന്ന് പറയുമ്പോൾ നമ്മുടെ മഹാഭാരതത്തിലൊരു ഭീമനുണ്ട്, അല്ലാതെ തന്നെ വേറെ ഭീമന്മാരൊക്കെ ഉണ്ട്. പക്ഷെ ഇവിടെ ഈ അസുരന്റെ പേരാണ് ഭീമൻ എന്ന് പറയുന്നത്. ഈ കഥയിൽ പറയുന്ന സംഭവമൊക്കെ ഉണ്ടാകുന്ന സമയത്തോ അല്ലെങ്കിൽ ഈ കഥ ഉണ്ടാകുന്ന സമയത്തൊന്നും മഹാഭാരതമൊന്നും വന്നിട്ടില്ല. അതിന് അർജുനനും അവരൊന്നും വന്നിട്ടില്ല. അതിന് മുന്നേ എത്രയോ വർഷങ്ങൾക്ക് മുമ്പുള്ള കാര്യമാണ്. അപ്പോൾ അതിനെത്രയോ വർഷങ്ങൾക്ക് മുമ്പ് എന്ന് ഗുരു പറയാൻ കാരണം, ശ്രീരാമ അവതാരത്തിന് ശേഷമാണ് ശ്രീകൃഷ്ണ അവതാരം ഉണ്ടാകുന്നത്. ആ സമയത്താണ് പാണ്ഡവവംശവും ധൃതരാഷ്ട്രരും അതുപോലെ നമ്മുടെ ഈ പറഞ്ഞ ദുര്യോധനാദികളും ഇവരെല്ലാവരും ഉണ്ടാകുന്നത് ആ ഒരു യുഗത്തിലാണ്. അപ്പൊ ഇത് ത്രേതായുഗത്തിലെ കാര്യമാണ് പറഞ്ഞു വരുന്നത്. അത് കഴിഞ്ഞ് കുറച്ചുകൂടി മുന്നോട്ട് വരുമ്പോഴുള്ള ഒരു സമയം. അപ്പൊ ഈ രാക്ഷസൻ ആരുടെ പുത്രനാണെന്നറിയാവോ? കുംഭകർണൻ എന്ന് കേട്ടിട്ടുണ്ടോ? അങ്ങനെ കുംഭകർണന് കർക്കടി എന്ന് പറയുന്ന ഒരു സ്ത്രീ, അതൊരു രാക്ഷസ സ്വഭാവമുള്ള ഒരു സ്ത്രീയായിരുന്നു. അപ്പൊ കർക്കടിയിൽ ജനിച്ചവനാണ് ഈ ഭീമൻ എന്ന് പറയുന്നത്. കുംഭകർണൻ നിങ്ങൾക്കറിയാലോ, 6 മാസം ഉറക്കവും 6 മാസം ഉണർന്നും ഇരിക്കുക എന്നുള്ള ഒരവസ്ഥയിൽ രാവണന്റെ സഹോദരനായിട്ട് ലങ്കയിലുണ്ടായിരുന്ന കുംഭകർണൻ. അപ്പൊ ആ കുംഭകർണന് കർക്കടിയിൽ ജനിച്ചവനാണ് ഈ
ഭീമൻ എന്ന് പറയുന്ന അസുരൻ. സകല ജീവികൾക്കും ദുഃഖം നൽകുന്നവനും ധർമ്മത്തെ നശിപ്പിക്കുന്നവനുമായ ആ രാക്ഷസൻ തന്റെ മാതാവായ കർക്കടിയോടൊപ്പം സഖ്യപർവ്വതത്തിൽ വസിച്ചിരുന്നു. സഖ്യപർവ്വതം എവിടെയാ? നമ്മുടെ കേരളത്തിൽ കൂടെയൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ സഖ്യപർവ്വതത്തിലാണ് വസിച്ചിരുന്നത്. അപ്പോൾ എന്താ ആ രാക്ഷസൻ നൽകിയിരുന്നത്? ജനങ്ങൾക്ക് ദുഃഖവും ധർമ്മത്തെ നശിപ്പിക്കുന്നവനുമാണ്. ചില സ്വഭാവങ്ങൾ അങ്ങനെയാണ്, ചില ജന്മങ്ങൾ അങ്ങനെയാണ്. ഏത് രീതിയിലാണ് ജനിക്കുന്നത് എന്നുള്ളത് ഒരു പ്രധാന കാര്യമാണ്. അങ്ങനെ ഏതു രീതിയിലാണ് ജനിക്കുന്നത് എന്നുള്ളത് അടിസ്ഥാനമാക്കിയാണ് ഒരു കുഞ്ഞിന്റെ സ്വഭാവം തന്നെ നിശ്ചയിച്ചിരിക്കുന്നത്. പണ്ട് കാലത്തൊക്കെ ഗുരു പറയുന്നതിൽ വിഷമമൊന്നും തോന്നരുത്. തമാശയ്ക്കൊക്കെ പലരും ചോദിക്കുന്നുണ്ട്, ഏത് സമയത്താണ് നീ ജനിച്ചത്? അപ്പോൾ അത്തരത്തിലൊക്കെ ഉള്ള ഒരു ചോദ്യം വന്നിട്ടുണ്ട്. ഗുരു ഒരു കാര്യം ഇപ്പോൾ പറയട്ടെ. സൽപുത്രനെ വേണമെന്ന രീതിയിൽ ആരെങ്കിലും വിവാഹശേഷം തന്റെ ദാമ്പത്യ ജീവിതം തുടങ്ങിയ എത്ര പേരുണ്ട്? എത്ര പേരുണ്ട്? സ്വയം ചിന്തിക്കൂ. ഒരു സൽപുത്രനെ തരണം, ഒരു സൽപുത്രിയെ തരണം, നല്ല സന്തതി ഉണ്ടാവണം എന്ന് കരുതിയിട്ട് തന്റെ ഭാര്യയിലേക്ക് അല്ലെങ്കിൽ ആ ഭാര്യയെ പ്രാപിക്കാൻ വേണ്ടി നിൽക്കുന്ന ഒരു പുരുഷൻ എത്ര പേരുണ്ട്? അല്ലെങ്കിൽ അങ്ങനെ ആഗ്രഹിച്ചുകൊണ്ട് പുരുഷനരികിലേക്ക് എത്തുന്ന സ്ത്രീ എത്ര പേരുണ്ട്? അങ്ങനെ ഒക്കെ ഉണ്ടായ സന്തതികൾ ഒരുപാട് പേരുണ്ട്. ജയദേവ കവികൾ എന്നൊക്കെ കേട്ടിട്ടില്ലേ? എനിക്കൊരു സന്താനത്തെ വേണം ഭഗവാനെ പോലെ എന്ന്. ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകുന്ന ഒരു നല്ല സന്താനത്തിനെ തരണം, അതിനുവേണ്ടി ഞാൻ എൻ്റെ ഭാര്യയെ പ്രാപിക്കുന്നു എന്ന് കരുതി എന്ന് ഒരു പ്രാർത്ഥന പോലെ ചെയ്തിട്ടാണ് അതിൽ അവർ ഏർപ്പെടുന്നത്, ബന്ധപ്പെടുന്നത്. അതിന്റെ ഫലമായിട്ടാണ് ജയദേവ കവികൾ എന്ന് പറയുന്ന ഇന്ന് സകല ക്ഷേത്രങ്ങളിലും മുഴങ്ങുന്ന സോപാന സംഗീതത്തിന്റെ ആ ഒരു രചയിതാവിനെ സൃഷ്ടിക്കുവാൻ കഴിയും. എന്നാൽ ഇന്ന് അങ്ങനെയാണോ? അതൊക്കെ ഒരു മ്ലേച്ഛതയിലേക്ക് എത്തിയിരിക്കുന്നു. അതൊക്കെ ഒരു വല്ലാത്തൊരു, ഗുരുവിന് പറയുവാൻ തന്നെ വാക്കുകളില്ല. സ്ത്രീ പുരുഷ ബന്ധം പോലും പവിത്രമായി കണ്ടിരുന്ന ഒരു തലമുറ അല്ലെങ്കിൽ ഒരു ജനത നമുക്കുണ്ടായി. വിവാഹം കഴിഞ്ഞതിനു ശേഷം തങ്ങളുടെ ആദ്യ രാത്രിയിലേക്ക് പ്രവേശിക്കുമ്പോൾ അതിന് ശാന്തി മുഹൂർത്തം എന്നൊക്കെ മറ്റു പലരും പറയും. അതെല്ലാം പ്രാർത്ഥിക്കുകയും അങ്ങനെ അവർ അതിൽ പോലും ദൈവത്തെ, ആ കർമ്മത്തിൽ പോലും ദൈവത്തെ ആരാധിച്ചുകൊണ്ട് ഈശ്വരനോട് പറഞ്ഞുകൊണ്ട് തനിക്ക് അതിൽ നിന്ന് കിട്ടുന്ന എല്ലാ സുഖങ്ങൾക്കും അപ്പുറം ഭഗവാന്റെ അനുഗ്രഹത്താൽ ഒരു സത്സന്താനത്തിനെ കൂടി ലഭിക്കുക എന്നുള്ളൊരു പ്രാർത്ഥന. എത്ര പേര് ഇപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്? അറിയില്ല ഗുരുവിന്. നിങ്ങൾ സ്വയം ചിന്തിക്കണം. അല്ലെങ്കിൽ അമ്മ മകളോട് പറഞ്ഞു കൊടുക്കണം, അച്ഛൻ മകനോട് പറഞ്ഞു കൊടുക്കണം. അങ്ങനെയൊക്കെയുണ്ട്. അതുപോലെ തന്നെ മദ്യപാനിയായിരിക്കുന്നവ മദ്യപിച്ചു കൊണ്ടുവന്ന് അങ്ങനെ ഉണ്ടാകുന്ന കുഞ്ഞുങ്ങൾ സത്യമായിട്ടും ഈ ലോകത്തിന് അവർ ശരിയായൊരു സന്തതികളായിരിക്കില്ല. അതിനൊക്കെ ഒരു പവിത്രതയുണ്ട്. ഈ ലോകത്തിന് സൃഷ്ടികളെ നിലനിർത്തുക, തലമുറകളെ നിലനിർത്തുക, ജീവോത്പാദനം നടത്തുക എന്ന് പറയുന്നത് ദൈവം തന്നിരിക്കുന്ന വളരെ പുണ്യവും പവിത്രവുമായുള്ള ഒരു കഴിവാണ്. വളരെ പുണ്യമായിരിക്കുന്ന ഒരു കഴിവാണ്. അതിൽ പോലും മനുഷ്യൻ മടിപിടിച്ചിരിക്കാതിരിക്കുവാൻ വേണ്ടിയാണ് അതിൽ ദൈവം ചില പ്രക്രിയകളൊക്കെ ചെയ്തു തന്നിട്ടുള്ളത്. അതിനെ പവിത്രമായി തന്നെ കാണണം. അല്ലെങ്കിൽ ഇതുപോലെ ഭീമനെ പോലെയുള്ള രാക്ഷസന്മാരൊക്കെ ആയിരിക്കും ജനിക്കുന്നത്. അങ്ങനെ ഒരിക്കൽ ഭീമൻ എന്ത് ചെയ്തു? ഈ മാതാവിനോട് ചോദിച്ചു, അമ്മേ, എന്റെ പിതാവ് എവിടെയാണ്? മാതാവ് എന്താണ് ഒറ്റയ്ക്ക് താമസിക്കുന്നത്? എല്ലാം എനിക്കറിയണമെന്നുണ്ട്. അമ്മ ദയവായി ഒന്ന് പറഞ്ഞു തരാവോ? അപ്പോൾ കർക്കിടകി പറഞ്ഞു, ഭീമ, ഞാനിനി നിന്നോടെല്ലാം പറയാം. അതറിയാനുള്ള പ്രായവും നിനക്കായി. എന്നാ നീ കേട്ടുകൊള്ളുക. ലങ്കാരാജാവായ രാവണന്റെ അനുജൻ കുംഭകർണന്റെ മകനാണ് നീ. രാമായണം വായിക്കുന്നവർക്ക് ഇങ്ങനെ ഒരു കഥ അറിയോ? എന്നാ കേട്ടോളുക. കുംഭകർണനോ? എന്നിട്ട് അദ്ദേഹം എവിടെ? ഭീമരാക്ഷസനെ ഇങ്ങനെ ആശ്ചര്യത്തോടെ ചോദിക്കുകയാണ്. അപ്പോൾ കർക്കിടകി പറഞ്ഞു, ജ്യേഷ്ഠനായ രാവണനോടൊപ്പം പരാക്രമിയായ നിന്റെ അച്ഛനെയും ശ്രീരാമൻ കൊന്നു. അത് കേട്ട് ഭീമൻ കുപിതനായി. എന്റെ അച്ഛനെ കൊന്നെന്നോ?
അപ്പോൾ കർക്കിടകി കരഞ്ഞുകൊണ്ട് പറഞ്ഞു, തീർന്നില്ല മകനെ, ഇനിയുമുണ്ട്, നീ മുഴുവൻ കേൾക്ക്. എന്റെ അച്ഛൻ കർക്കടൻ, അമ്മ പുഷ്കസിയുമായിരുന്നു. അങ്ങനെ കർക്കടനും പുഷ്കസിയും ഉണ്ടായ മകളാണ് കർക്കടകി. കർക്കടകിയാണ് ഈ കാര്യം പറയുന്നത്. എന്റെ യഥാർത്ഥ ഭർത്താവ് വിരാതനായിരുന്നു. അപ്പോൾ യഥാർത്ഥമായ ഒരു ഭർത്താവ് ഉണ്ടായിരുന്നു ഇവർക്ക്. ആ ഭർത്താവിന്റെ പേര് വിരാതനൻ എന്നായിരുന്നു. അദ്ദേഹത്തെ പണ്ടേ തന്നെ ശ്രീരാമൻ വധിച്ചു കളഞ്ഞു. ഒരു അസുരനായിരുന്നു. അത് കാരണം ഭൂമിക്ക് ദോഷമെന്ന് കണ്ട് ശ്രീരാമൻ വധിച്ചു. പ്രിയ ഭർത്താവിന്റെ മരണശേഷം ഞാൻ എന്റെ മാതാപിതാക്കന്മാരുടെ അടുക്കൽ പോയി വസിച്ചു വരികയായിരുന്നു. ഒരിക്കൽ എന്റെ അച്ഛനമ്മമാർ അഗസ്ത്യമുനിയുടെ ശിഷ്യനായ സുധീഷ്ണനെ പിടിച്ചു തിന്നാനായി പോയി. ഈ പിടിച്ചു തിന്നുക എന്ന് പറയുന്നത് നമ്മുടെ ഭക്ഷണം കഴിക്കുന്നത് പോലെ തിന്നുക എന്നുള്ളൊരു പദമല്ല. അസുരന്മാർ ചെന്നിട്ട് അവരെ പിടിച്ച് അവരുടെ കഴിവുകളെയൊക്കെ നശിപ്പിക്കുന്ന രീതിയിൽ ബന്ധനസ്ഥരാക്കിയിട്ട് അവരെ കൊണ്ട് അവർ ചെയ്യുന്ന ദേവാദി പ്രീതയ്ക്കുള്ള പൂജകളൊക്കെ മാറ്റിയിട്ട് ആസുരിക ഭാവത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുവാൻ തുടങ്ങി. അങ്ങനെ അവർ അവിടെ പോയിട്ട് ആ ശിഷ്യൻ മഹാതപസ്വിയും പരമാത്മാവുമായിരുന്നു. ആ അഗസ്ത്യമുനിയുടെ ആ ശിഷ്യൻ മഹാതപസ്വിയും പരമാത്മാവുമായിരുന്നു. കോപിഷ്ഠനായ മുനി എന്റെ മാതാപിതാക്കളെ ശപിച്ചു ഭസ്മമാക്കി കളഞ്ഞു. അങ്ങനെ സകലരും നഷ്ടപ്പെട്ട് അനാഥരായി തീർന്നപ്പോൾ ആ മുനിക്കത്രയും ശക്തിയുള്ളത് കൊണ്ട് അവിടെ ആ യാഗത്തിൽ ആ അഗസ്ത്യമുനിയുടെ ശിഷ്യന്റെ ആശ്രമത്തിലേക്ക് കടന്നു ചെന്ന കർക്കിടകിയുടെ മാതാവിനെയും പിതാവിനെയും ശപിച്ചു ഭസ്മമാക്കി കളഞ്ഞു. കാരണം അവരെ ഇല്ലാതാക്കി കളഞ്ഞു. ഇല്ലാതാക്കുക എന്ന് പറയുമ്പോൾ അവർക്ക് ഒരു മോക്ഷപ്രാപ്തിയിലേക്ക് വിട്ടു, രാക്ഷസ ജന്മത്തിൽ നിന്ന്. സകലരും നഷ്ടപ്പെട്ട അനാഥയായി തീർന്ന ഞാൻ ദുഃഖിതയായി ഒറ്റയ്ക്ക് ഇവിടെ കഴിഞ്ഞു വരികയായിരുന്നു. അങ്ങനെ ഇരിക്കെ മഹാശക്തനും പരാക്രമിയുമായ രാക്ഷസ രാജാവ് രാവണന്റെ അനുജൻ കുംഭകർണൻ ഇവിടെ വരികയും എന്നെ കണ്ട് പലതരത്തിലും പ്രലോഭിപ്പിച്ച് വശത്താക്കാൻ ശ്രമിക്കുകയും ചെയ്തു. അങ്ങനെ കുംഭകർണൻ വന്നിട്ട് കർക്കിടകിയെ പ്രലോഭിപ്പിക്കുകയും വശത്താക്കാൻ നോക്കുകയും ചെയ്തു. അങ്ങനെ കർക്കിടകി വഴങ്ങിയില്ലെന്ന് കണ്ടപ്പോൾ അയാൾ കർക്കിടകിയെ എന്ത് ചെയ്തു? ബലാത്സംഗം ചെയ്തു. അതിനുശേഷം ലങ്കയിലേക്ക് പോവുകയും ചെയ്തു. ഇവിടെ ഒരു പരസ്പര സമ്മതപ്രകാരമുള്ള ബന്ധമല്ല ഉണ്ടായിട്ടുള്ളത്. ഇവിടെ ഒന്നിൽ രക്ഷപ്പെടുക എന്നുള്ളതും മറ്റൊന്നിൽ പ്രാപിക്കുക എന്നുള്ളതും, ഈ രണ്ട് ചിന്താഗതികളിൽ കൂടി ഉണ്ടാകുന്നത് ആസുരിക ജന്മം തന്നെയായിരിക്കും. ഒന്ന് മാതാപിതാക്കളെ നഷ്ടപ്പെടുകയും ഒറ്റയ്ക്ക് സസുഖം വസിച്ചു വരികയും ചെയ്തിരുന്നൊരു സ്ത്രീ, അത് രാക്ഷസിയായിക്കോട്ടെ ദേവസ്ത്രീ ആയിക്കോട്ടെ. മറ്റൊന്ന് രാക്ഷസീയ ഭാവങ്ങളെല്ലാം ആവാഹിച്ചു കൊണ്ടുവരുന്ന ഒരു അസുരൻ. അവർക്ക് പിന്നെ സന്താനങ്ങൾ ജനിക്കുക വളരെ പ്രയാസമാണ്. ഭഗവാന്റെ കാരുണ്യം വലിയ രീതിയിൽ ഉണ്ടായി മതിയാകും. അങ്ങനെ ആ കർക്കിടകയെ ബലാത്സംഗവും ചെയ്തതിനു ശേഷം ഈ പറയുന്ന കുംഭകർണൻ ലങ്കയിലേക്ക് പോയി. ഒടുവിൽ ഗർഭിണിയാകുകയും ഭീമനെ പ്രസവിച്ച് വളർത്തി. കർക്കിടകി പറയുകയാണ്, ഇന്ന് നീയും അച്ഛനെ പോലെ മഹാബലവാനും പരാക്രമിയുമായിരിക്കുന്നു. നിന്റെ ഒരൊറ്റ ബലത്തിലാണ് ഞാനിന്നും സമാധാനത്തോടെ വസിക്കുന്നത്. അപ്പോൾ നീ നിന്റെ അച്ഛനെ പോലെ തന്നെ വളരെ ബലവാനൊക്കെയാണ്. അപ്പോൾ ആ സ്വഭാവം വിത്ത് ഗുണം 10 എന്ന് പറഞ്ഞതുപോലെ ഭീമനും ഇങ്ങനെ പുകഴ്ത്തി പറയുകയാണ്, നീ ബലവാനായി തീർന്നിരിക്കുന്നു. നിന്റെ അച്ഛനെ പോലെ തന്നെ നിന്റെ ആ ബലത്തിലാണ് ഞാൻ ഇന്നിവിടെ സസുഖം. മാതാവിന്റെ ദയനീയമായ കഥ കേട്ട് മഹാശക്തനായ ഭീമൻ കുപിതനായി. ആ രാക്ഷസവീരൻ അപ്പോൾ മനസ്സുകൊണ്ട് ഇങ്ങനെ ചിന്തിച്ചു, എന്റെ അച്ഛനെ കൊന്ന വിഷ്ണുവിനോട് ഞാൻ പകരം വീട്ടു. വിഷ്ണു ഭക്തന്മാരാണല്ലോ മുത്തച്ഛന്റെയും മുത്തശ്ശിയുടെയും മരണത്തിന് കാരണക്കാർ. എന്റെ അമ്മയുടെ ആദ്യ ഭർത്താവായ വിരാതിനെയും ആ വിഷ്ണു കൊന്നില്ലേ? ഇങ്ങനെ എല്ലാം കൊണ്ടും എനിക്ക് എന്റെ മാതാവിന് ദുഃഖം വരുത്തിവെച്ച ആ വിഷ്ണുവിനോട് ഞാൻ കുംഭകർണന്റെ മകനാണെങ്കിൽ പകരം വീട്ടുക തന്നെ ചെയ്യും. വല്ലാത്തൊരു ശബ്ദമാണ് ഭീമൻ ചെയ്തത്. ഇങ്ങനെ ചിന്തിച്ചുകൊണ്ട് ആ രാക്ഷസൻ മാതാവിന്റെ അനുവാദത്തോടെ ബ്രഹ്മാവിനെ തപസ്സു ചെയ്തു തുടങ്ങി. അങ്ങനെ സൃഷ്ടികർമ്മം നടത്തുന്ന പരബ്രഹ്മമാകുന്ന മഹാദേവന്റെ കൽപ്പനയോടുകൂടി സൃഷ്ടികർമ്മം നടത്തുന്ന ബ്രഹ്മത്തിന്റെ ഊർജത്തിലേക്ക് നോക്കിക്കൊണ്ട് ആ രാക്ഷസൻ തപസ്സു ചെയ്തു. ഇങ്ങനെ 1000 വർഷം കടന്നുപോയി. 1000 വർഷം കടന്നുപോയി എന്ന് പറയുമ്പോൾ അത്രയേറെ ജപങ്ങളും ഒക്കെയായിട്ട് ആ ഒരു ഇതിലേക്ക് നോക്കിക്കൊണ്ട് ആ ഒരു ഊർജത്തിൽ നിന്ന് തനിക്ക് ആവശ്യമായ ഊർജത്തെ സ്വന്തമാക്കുന്നതിനു വേണ്ടിയിട്ടുള്ള ഒരൊറ്റ നിൽപ്പങ്ങ് നിന്നു. കഠിനമായ തപസ്സിനോടൊപ്പം തന്നെ അയാൾ മനസ്സാ ഇഷ്ടദേവതയെയും ധ്യാനിച്ചു വന്നു.
അയാളുടെ തപസ്സിൽ സന്തുഷ്ടനായ സൃഷ്ടികർത്താവ് പ്രത്യക്ഷപ്പെട്ട് ചോദിച്ചു, ഭക്ത ഭീമാസുര, നിന്റെ തപസ്സിൽ നാം പ്രസന്നനാണ്, നിനക്ക് ഇഷ്ടമുള്ള വരം നീ ചോദിക്കുക. ബ്രഹ്മാവിന്റെ ഈ നിർദ്ദേശം കേട്ടിട്ട് ആ രാക്ഷസൻ ചോദിച്ചു, ബ്രഹ്മദേവ, അവിടുന്ന് അടിയനിൽ പ്രസന്നനാണെങ്കിൽ എനിക്ക് വേണ്ടുന്ന വരം ഞാൻ ചോദിക്കുന്നു. എനിക്ക് ഈ ലോകത്തിലുള്ള സകലരെക്കാളും ശക്തി ഉണ്ടാകണം. കാരണം എല്ലാവരെക്കാളും ശക്തി ഉണ്ടായാലേ ബാക്കിയുള്ളവരൊക്കെ ഇയാൾക്ക് കീഴിൽ അശക്തരായി തീരുമ്പോൾ മാത്രമേ ആക്രമിക്കാൻ പറ്റുകയുള്ളൂ. അതുകൊണ്ട് അങ്ങനെ ഒരു വരം ചോദിച്ചു. അപ്രകാരം തന്നെ സംഭവിക്കട്ടെ എന്ന് പറഞ്ഞ് ബ്രഹ്മാവ് ഭീമനെ അനുഗ്രഹിച്ചിട്ട് അന്തർദാനം ചെയ്തു. അങ്ങനെ ബ്രഹ്മത്തിന്റെ ഊർജത്തിൽ നിന്നിട്ട് എല്ലാ ശക്തിയും നേടുന്ന രീതിയിലേക്കുള്ള ഒരു ഊർജ പ്രവാഹത്താൽ അഹങ്കാരിയായി തീർന്നു ഭീമൻ. അങ്ങനെ ആ വരപ്രസാദത്താൽ ശക്തി സംഭവനായി തീർന്ന ഭീമൻ മാതാവിന്റെ അടുക്കലെത്തി വണങ്ങി. അതൊക്കെ ഉണ്ട് കേട്ടോ. അസുരനാണെങ്കിലും ദേവന്മാരാണെങ്കിലും മാതാവിനെ വണങ്ങുന്ന കാര്യത്തിൽ ഈ അസുരനും ദേവനും ഒക്കെ തുല്യരാണ്. അവരെന്തെങ്കിലും ഒരു കാര്യം കിട്ടിക്കഴിഞ്ഞാൽ പോയി ഉടനെ അമ്മയുടെ അടുത്ത് പോയിട്ട് വണങ്ങും. മനുഷ്യന്മാർക്കതില്ല. ദേവനും അസുരനും അതുണ്ട് കേട്ടോ. എന്നിട്ട് അഭിമാനത്തോടെ പറഞ്ഞു, അമ്മ, ഈ മകന്റെ ശക്തി ഇനി കണ്ടുകൊള്ളുക. ഞാൻ ഇന്ദ്രൻ തുടങ്ങിയ ദേവന്മാരെയും അവരെ സഹായിക്കുന്ന വിഷ്ണുവിനെയും കൊല്ലുന്നുണ്ട്. ഇനി മുതൽ അമ്മയ്ക്ക് ഒരു ദുഃഖവും വേണ്ട. അഹങ്കാരിയായി തീർന്ന ആ രാക്ഷസൻ ഉടനെ തന്നെ ദേവലോകത്തെത്തി ഇന്ദ്രൻ തുടങ്ങിയ ദേവന്മാരെ ആക്രമിച്ച് കീഴടക്കി. ദുഃഖിതരായ ദേവന്മാർ മഹാവിഷ്ണുവിനെ ശരണം പ്രാപിച്ചു. ദേവന്മാരുടെ സഹായത്തിനെത്തിയ മഹാവിഷ്ണുവിനെയും അയാൾ യുദ്ധത്തിൽ തോൽപ്പിച്ചു കളഞ്ഞു. അപ്പോൾ അത്രത്തോളം ശക്തിയാണ് അവിടെ അയാൾ നേടിയെടുത്തത്. അങ്ങനെ മഹാവിഷ്ണുവിനെയും യുദ്ധത്തിൽ തോൽപ്പിച്ചുകൊണ്ട് എന്ത് ചെയ്തു? പിന്നീട് അവൻ ഭൂമണ്ഡലമാകെ യുദ്ധം ചെയ്തു കീഴടക്കി. ഭൂമിയിലെ എല്ലാ സ്ഥലത്തും ഓടി നടന്ന് യുദ്ധം ചെയ്തു. അതിനുശേഷമാണ് ഈ കാമരൂപദേശത്തെ രാജാവായ സുധിഷ്ഠനെ ആക്രമിച്ചു. അവർ തമ്മിൽ ഭയങ്കരമായ ഒരു യുദ്ധം തന്നെ നടന്നു. കാരണം അതിന് കാരണമുണ്ട്, സുധിഷ്ഠനൻ ശിവഭക്തനായിരുന്നു. അതുകൊണ്ട് തന്നെ ഭഗവാന്റെ ഒരു ഊർജത്തിന്റെ ഒരു അംശം സുധിഷ്ഠനിലും ഉണ്ടായിരുന്നു. അങ്ങനെ ശിവഭക്തനായിരുന്നെങ്കിലും ബ്രഹ്മാവ് നൽകിയ വരബലത്താൽ എന്ത് ചെയ്തു? ആ ഭീമൻ ആ സുധിഷ്ഠനൻ എന്ന് പറയുന്ന രാജാവിനെയും പരാജയപ്പെടുത്തുകയും സകല സമ്പത്തും രാജ്യവും കൈക്കലാക്കി എന്തു ചെയ്തു? സുധിഷ്ഠനെ അയാൾ തടവിലാക്കി. ഇതാണ് ചില വിശേഷ ബുദ്ധികൾ പ്രവർത്തിപ്പിക്കണമേ മഹാദേവ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. ഈ ഭീമൻ ഓടി നടന്ന എല്ലാ രാജാക്കന്മാരെയും കൊന്നൊടുക്കി അവരുടെ സമ്പത്തെല്ലാം കൈക്കലാക്കി കൊണ്ടുവരുമ്പോൾ ഇവിടെ എത്തിയപ്പോൾ സുധീഷ്ണനെ മാത്രം ഭീമൻ കൊല്ലുന്നില്ല. സുധീഷ്ണന്റെ ബുദ്ധിയിൽ അയാളെ തടവിലിടാനാണ് പറയുന്നത്. ഇതാണ് വിശേഷ ഭഗവാന്റെ വിശേഷ ബുദ്ധി എന്ന് പറയുന്നത്. നമ്മെ ചില ശത്രുക്കൾ കീഴ്പ്പെടുത്താൻ വരുമ്പോൾ, നമ്മ ഏതെങ്കിലും രീതിയിൽ ഒരു ശത്രു ഇത് ചെയ്യുമ്പോൾ ആ ബുദ്ധിയിലിരുന്ന് ഭഗവാൻ അത് വേറൊരവസ്ഥയിലേക്ക് എത്തിച്ചുകൊണ്ട് നമുക്കൊരു പ്രൊട്ടക്ഷൻ പിന്നീട് തരുന്ന രീതിയിലേക്കുള്ള ഒരു പ്രവർത്തനം. മനസ്സിലായില്ലേ? അതുകൊണ്ടാണ് ആ സുധീഷ്ണനെ തടവിലാക്കാൻ തീരുമാനിച്ചത്. ശിവഭക്തനും ധർമ്മതൽപരനും പരമധർമാത്മാവുമായിരുന്നല്ലോ സുധീഷ്ണൻ എന്ന രാജാവ്. അദ്ദേഹത്തെ ദുഷ്ടനായ ഭീമൻ കാലിൽ ചങ്ങലയിട്ട് കാരാഗ്രഹത്തിൽ അടച്ചു. അവിടെ ഇരുന്നു കൊണ്ട് സുധീഷ്ണൻ ഭഗവാന്റെ പാർത്ഥിവ ലിംഗം ഉണ്ടാക്കി വെച്ച് പൂജയും ഭജനയും നടത്തി. നമ്മൾ എവിടെയൊക്കെയാണോ ഇരിക്കുന്നത് അവിടെ ഇരുന്നു കൊണ്ട് എന്ത് ചെയ്തു? തടവറയിലാണ്. മറ്റാരൊക്കെയോ വസിച്ച് തടവറയാണ്. അന്നൊരു ബോധ്യം എന്നൊരു അങ്ങനെയൊന്നും ഇല്ലല്ലോ. ഇവിടെ ഭഗവാന്റെ പ്രതീകമായിട്ട് ശിവലിംഗം, പാർത്ഥിവ ശിവലിംഗം ഉണ്ടാക്കി വെച്ചിട്ട് പൂജയും ഭജനയും നടത്തി. പിന്നെ ഗംഗയെയും അദ്ദേഹം മാറി മാറി സ്തുതിച്ചു. പഞ്ചാക്ഷര മന്ത്രം ജപിച്ചുകൊണ്ട് സദാസമയവും അവിടെ ചെലവിട്ടു. പഞ്ചാക്ഷരി മന്ത്രത്തിനപ്പുറം മറ്റൊരു മന്ത്രവുമില്ല. ഗുരുവേ, എനിക്കൊരു മന്ത്രം തരൂ, ഞാനൊന്ന് ജപിക്കട്ടെ. ഗുരുവേ, എനിക്കൊരു മന്ത്രം തരൂ, ഞാനൊന്ന് രക്ഷപ്രാപിക്കട്ടെ എന്ന് പറയുന്നവരുടെ എല്ലാം ഗുരു, നിങ്ങൾ പഞ്ചാക്ഷരി മന്ത്രം ജപിക്കൂ, അതെങ്കിലും ഒന്ന് ജപിക്കൂ, രക്ഷ നിങ്ങൾക്ക് കിട്ടും. അത് നന്നായി ജപിക്കുമ്പോൾ നിങ്ങൾക്കൊരു മാറ്റമുണ്ടാകും. ആ മാറ്റത്തിൽ നിന്ന് കൂടി മാത്രമല്ല അടുത്തെന്തെങ്കിലും ചെയ്യുവാൻ കഴിയും. അങ്ങനെ അദ്ദേഹം ആ സമയം അവിടെ ചിലവിട്ടു. അക്കാലത്ത് സുധിഷ്ണന്റെ പതിവ്രതയായ പത്നി ദക്ഷിണ എന്നാണ് പേര്. അവരും പാർത്ഥിവ പൂജ, ഭഗവാന്റെ പൂജ ആദരപൂർവ്വം നടത്തി വന്നു. ഇങ്ങനെ ദമ്പതിമാർ പരസ്പരം ശിവപൂജ തൽപരരായി കഴിഞ്ഞു വന്നു. വരത്തിന്റെ അഹങ്കാരത്താൽ മത്തുപിടിച്ച രാക്ഷസൻ സകല ധർമ്മങ്ങളെയും നശിപ്പിക്കുവാൻ തുടങ്ങി. പിന്നീട് അയാൾ സകലതും നശിപ്പിച്ചുകൊണ്ട് വലിയൊരു രാക്ഷസപടയുമായി ലോകം മുഴുവൻ ജയിച്ചു കീഴടക്കി. വേദങ്ങളിലും ശാസ്ത്രങ്ങളിലും പുരാണങ്ങളിലും സ്മൃതികളിലും പറഞ്ഞിട്ടുള്ള ധർമ്മകർമ്മങ്ങളെ നശിപ്പിച്ച ഭീമന്റെ ആക്രമണത്താൽ പീഡിതരായ ദേവന്മാരും ഋഷികളും അത്യന്തം ദുഃഖിതരായി. അവർ മഹാകേശി തടത്തിൽ ചെന്ന് ഭഗവാൻ ശിവനെ ആരാധിച്ചു തുടങ്ങി. അവരുടെ സ്തുതി കേട്ട് സന്തുഷ്ടനായ മഹേശ്വരൻ ദേവന്മാരോടായി പറഞ്ഞു. ഭഗവാൻ എന്താ പറഞ്ഞു തന്നിരിക്കട്ടെ? ഇവിടെ നോക്കൂ, ഈ വേദങ്ങളിലും ശാസ്ത്രങ്ങളിലും പുരാണങ്ങളിലും സ്മൃതികളിലും പറഞ്ഞിരിക്കുന്ന സകലതും നശിപ്പിക്കുന്നു രാക്ഷസർ. ഇപ്പോഴും അതല്ലേ നടക്കുന്നത്? ഓരോ സോഷ്യൽ മീഡിയയൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇതെല്ലാം നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്, ഇതെല്ലാം തകർത്തുകൊണ്ടിരിക്കുകയാണ് രാക്ഷസീയ ജന്മങ്ങൾ. കൂടുതലൊന്നും ഗുരു പറയുന്നില്ല. അങ്ങനെ ഭഗവാൻ എന്ന് പറഞ്ഞു, ദേവന്മാരെ ഋഷികളെ, എന്തു കാര്യത്തിനാണ്
നിങ്ങൾ എന്നെ സ്തുതിച്ചത്? എന്താണെങ്കിലും പറയൂ. മഹേശ്വര, അന്തർയാമിയായ അവിടുന്ന് സകലരുടെയും മനസ്സിലെ എല്ലാ കാര്യങ്ങളും അറിയുന്നവനാണല്ലോ. കണ്ടല്ലോ, മഹാദേവൻ സകലരുടെയും മനസ്സ് അറിയുന്നു, എല്ലാ കാര്യവും അറിയുന്നു. അപ്പോൾ ഇപ്പോഴും ഭഗവാനെ, എനിക്കത് വേണം. എൻ്റെ മകളുടെ പരീക്ഷ, എൻ്റെ മകൾക്ക്, എൻ്റെ മകന് അതാണ്, എനിക്ക് ഇന്നപോലൊരു പ്രശ്നമുണ്ട്. ഇതൊക്കെ നമ്മൾ പറയുന്നത് അന്തർയാമിയാണ്. നിങ്ങളുടെയൊക്കെ ഉള്ളിൽ തന്നെ ഉണ്ട് ഭഗവാൻ, നിങ്ങളെ കാണുന്നുണ്ട്. പക്ഷേ നിങ്ങൾ പ്രാർത്ഥിക്കുക, നിങ്ങളുടെ ഉള്ളിൽ ആ വിഷയം കാണുക. ഒരു പരീക്ഷയ്ക്ക് പോവുകയാണെങ്കിൽ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു ആവശ്യമാണെങ്കിൽ ആ അവസ്ഥയെ മനസ്സിൽ കണ്ടിട്ട് ഓം നമഃ ശിവായ മഹാദേവ, ഇത് ഇത്രയും മതി. ഇതിന്റെ ആവശ്യമേ ഉള്ളൂ മക്കളെ. അങ്ങനെ പറയുകയാണ്. അങ്ങ് എല്ലാവരുടെയും കാര്യങ്ങൾ അറിയുന്നവനാണല്ലോ. അങ്ങേക്ക് അറിയുവാൻ വയ്യാത്തതായി എന്താണുള്ളത്? പ്രഭു, കുംഭകർണന് കർക്കിടകയിൽ ജനിച്ച മകൻ ഭീമൻ എന്ന രാക്ഷസന് ബ്രഹ്മാവ് വരം കൊടുക്കയാൽ അവൻ വളരെ ബലവാനായി തീർന്നു. അങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയാണ്. എന്നാലും ഭഗവാൻ ചോദിച്ചുവെങ്കിൽ കൂടി അങ്ങനെ ദേവന്മാരെ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഈ രാക്ഷസനെ വധിച്ച് ഞങ്ങൾക്കൊരു മുക്തി തരണം, അതിന് അങ്ങൊരു ഉപായം പറയണം. അങ്ങനെ ദേവന്മാരുടെ അപേക്ഷ കേട്ട് ശംഭു ഇപ്രകാരം പറഞ്ഞു: സുധീഷ്ണൻ എന്റെ പരമഭക്തനാണ്. അവൻ മൂലം നിങ്ങൾക്ക് നിങ്ങളുടെ ദുഃഖത്തിന് സമാപ്തി ഉണ്ടാകും. എന്നിട്ട് ഭഗവാൻ സുധീഷ്ണന്റെ അടുത്തേക്ക് അശരീരിയായി ചെന്നു. കാമരൂപ മഹാരാജാവായ സുധീഷ്ണ, നിങ്ങൾ എന്റെ വിശേഷ ഭക്തനാണ്, അതിനാൽ പ്രേമപൂർവം എന്നെ ഭജിക്കുക. ഭീമൻ നിങ്ങളെ നിന്ദിച്ചതിനാൽ ഞാൻ ആ ദുഷ്ടനെ താമസം വിനാ വധിക്കുന്നതാണ് എന്ന് ഭഗവാൻ അരുളി ചെയ്തു. അതിനുശേഷം ഭഗവാൻ ശംഭുഗണങ്ങളോടൊപ്പം സുധീഷ്ണനെ രക്ഷിക്കുന്നതിനു വേണ്ടി അദ്ദേഹത്തിന്റെ അടുക്കലെത്തി ഒളിഞ്ഞു നിന്നു. ആ സമയം കാമരൂപരാജാവ് പാർത്ഥിവ ശിവലിംഗത്തിന്റെ മുന്നിൽ, അല്ലെങ്കിൽ ഭഗവാന്റെ മുന്നിൽ ഗാഢമായ ഭക്തിയിൽ ലയിച്ചിരിക്കുകയായിരുന്നു. അപ്പോഴേക്കും ദൂതൻ വഴി സുധീഷ്ണൻ പൂജ നടത്തുന്ന വിവരം ഭീമാരാക്ഷസൻ അറിഞ്ഞിരുന്നു. അതോടെ അയാൾ കുപിതനായി. തന്റെ കൊട്ടാരത്തിൽ തനിക്കെതിരെ ഗൂഢാലോചന നടക്കുന്നുവെന്ന് തെറ്റിദ്ധരിച്ച് ആ രാക്ഷസൻ സുധീഷ്ണനെ വധിക്കാനായി ഊരിപ്പിടിച്ച വാളുമായി രാജാവിന്റെ അടുക്കലെത്തി. അവിടെ പാർത്ഥിവലിംഗം, അതിൽ പൂജ ചെയ്തുകൊണ്ടിരിക്കുന്ന മറ്റു സാമഗ്രികളും എല്ലാം അയാൾ കണ്ടു. ഇങ്ങനെ കണ്ടിട്ട് അയാൾ ഇങ്ങനെ ഊഹിച്ചു, രാജാവ് എന്നെ വധിക്കാനുള്ള എന്തോ ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിനാൽ ഇപ്പോൾ തന്നെ ഇവിടെ കാണുന്ന സകല സാമഗ്രികളോടൊപ്പം ഈ രാജാവിനെയും വധിച്ചു കളയാം. ഇങ്ങനെ ചിന്തിച്ചുകൊണ്ട് ആ രാക്ഷസൻ രാജാവിനെ വളരെയേറെ നിന്ദിച്ചു. എന്നിട്ട് ചോദിച്ചു, ഇവിടെ നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? സുധീഷ്ണൻ തന്റെ ഭക്തി ഭഗവാനിൽ സമർപ്പിച്ചുകൊണ്ട് ഇപ്രകാരം പറഞ്ഞു: ഞാൻ സകല ചരാചര ലോകത്തിന്റെയും സ്വാമിയായ ഭഗവാൻ ശിവനെ പൂജിക്കുകയാണ്. ഇതേപോലെ പറയുവാൻ നിങ്ങളിൽ എത്ര പേർക്ക് ധൈര്യമുണ്ട്? ആരാണ് നിങ്ങളുടെ ഈശ്വരൻ എന്നൊരാൾ ചോദിക്കുമ്പോൾ ഞാൻ സകല ചരാചര ലോകത്തിന്റെയും സ്വാമിയായ ഭഗവാൻ ശിവനെയാണ് പൂജിക്കുന്നത്, അദ്ദേഹമാണ് എന്റെ ഈശ്വരൻ എന്ന് ചങ്കുറപ്പോട് കൂടിയിട്ട്, ഉറച്ച വിശ്വാസത്തോട് കൂടിയിട്ട് പറയുവാൻ കഴിയുമോ? അല്ലെങ്കിൽ നിങ്ങൾ ഒരുപാട് കാര്യങ്ങളൊക്കെ എഴുതി വിടുന്നവരാണല്ലോ, മെസ്സേജോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ. ഇതേപോലെയൊക്കെ ആർക്കെങ്കിലും അയക്കുവാൻ പറ്റുമോ? അല്ലാതെ ഞാൻ ഭഗവാനെ ആരാധിക്കുന്ന ആളാണ്, ഞാൻ സ്ഥിരം മന്ത്രം ജപിക്കുന്ന ആളാണ് എന്ന് പറയുന്നതിന് പകരം ഇതേപോലൊരു ഉറച്ച വിശ്വാസം എത്ര പേർക്ക് ഉണ്ടാക്കിയെടുക്കുവാൻ കഴിയുന്നുണ്ട്? നീ എന്തേ അമ്പലത്തിൽ നിന്ന് വരാഞ്ഞേ? എന്താ? അല്ലെങ്കിൽ എല്ലാ ദിവസവും വന്നല്ലേ? ഇന്നിപ്പോ നീ ആഴ്ചതോറുമൊക്കെയല്ലേ വരുന്നുള്ളൂ, എന്തുപറ്റി? ഞാൻ സകല ചരാചര ലോകത്തിന്റെയും സ്വാമിയായ ഭഗവാൻ ശിവനെയാണ് ആരാധിക്കുന്നത്, ശിവഭഗവാനാണ് എന്റെ പിതാവ് എന്ന് പറയുവാൻ എത്ര പേർക്ക് ധൈര്യമുണ്ട്? നീ അവിടെ നല്ലൊരു ജോത്സ്യര് വന്നിട്ടുണ്ടോ, ചില കാര്യങ്ങളൊക്കെ പ്രവചിക്കുന്നുമുണ്ടല്ലോ. നീ എന്തേ ഇവിടെയുള്ള എല്ലാവരും പോയി കണ്ടല്ലോ, നീ എന്തേ വരാഞ്ഞേ? അപ്പോൾ ഇതുപോലെ മറുപടി കൊടുക്കാൻ എത്ര പേർക്ക് കഴിയും? ഞാൻ സകല ചരാചര ലോകത്തിന്റെയും സ്വാമിയായ ഭഗവാൻ ശിവനെയാണ് പൂജിക്കുന്നത്, അദ്ദേഹമാണ് എന്റെ പിതാവ്, അദ്ദേഹമാണ് എന്റെ ദൈവം. ഇങ്ങനെ പറയണം മക്കളെ. ആ വാക്കിൽ ഒരു ഊർജമുണ്ട്. അത് കേട്ട് ആ രാക്ഷസൻ പുച്ഛിച്ചു. ഭഗവാൻ ശിവനെ വളരെയേറെ പുച്ഛിക്കുകയും അധിക്ഷേപിക്കുകയും ചെയ്തു. എന്നിട്ട് കോപം കെട്ടടങ്ങാത്തതിനാൽ അയാൾ രാജാവിനെ ശകാരിച്ചു. തന്റെ വാൾ പാർത്ഥിവലിംഗത്തിൽ പ്രയോഗിച്ചു. എന്നാൽ ആ വാൾ ലിംഗത്തിൽ സ്പർശിച്ചില്ലെന്നു മാത്രമല്ല, പാർത്ഥിവലിംഗത്തിൽ നിന്നും ഭഗവാൻ ശിവൻ ഉടനെ പ്രത്യക്ഷനാവുകയും ചെയ്തു. ഭഗവാൻ ശബ്ദിച്ചു, ഇടാ ദുഷ്ടരാക്ഷസ, ഞാൻ ഭീമേശ്വരനാണ്. ഭക്തന്മാരെ രക്ഷിക്കുക എന്നത് എന്റെ വ്രതമാണ്. ഭഗവാൻ പറയുന്ന വാക്കിനെ മനസ്സിൽ ഉറപ്പിക്കൂ മക്കളെ. ഭക്തന്മാരെ രക്ഷിക്കുക എന്നത് എന്റെ വ്രതമാണ്. നമ്മളെല്ലാവരും ശിവരാത്രി വ്രതവും നമ്മൾ നമുക്ക് വേണ്ടിയും, നമ്മൾ നമ്മുടെ ഇതിനു വേണ്ടിയും, ഗുരു തന്നെ ലോകത്തിനു വേണ്ടിയും നിങ്ങൾക്ക് വേണ്ടിയും ഒക്കെയും ഗുരു പ്രാർത്ഥിക്കുകയും വ്രതമെടുക്കുകയും നമസ്കരിക്കുകയും പഞ്ചനമസ്കാരം ചെയ്യുകയും ഉപവസിക്കുകയും ഒക്കെയും ചെയ്യുമ്പോൾ ഇവിടെ ഭഗവാൻ പറയുന്നു, ഭക്തന്മാരെ രക്ഷിക്കുക എന്നത് തന്റെ വ്രതമാണ്. ഭഗവാൻ അതാണ് വ്രതം.
അതാണ് ഭഗവാന്റെ നോമ്പ് എന്ന് പറയുന്നത്. തന്നെ ഒരു വട്ടമെങ്കിലും വിളിച്ചിട്ടുള്ള, മനസ്സറിഞ്ഞ് വിളിച്ചിട്ടുള്ള, പൂജിക്കുന്ന, പ്രാർത്ഥിക്കുന്ന തന്റെ പ്രിയ ഭക്തരെ ഭഗവാൻ ഏതു കാലത്താണെങ്കിലും ഏതു സമയത്താണെങ്കിലും ഭഗവാൻ സംരക്ഷിക്കുക തന്നെ ചെയ്യും മക്കളെ. അതിനകത്ത് യാതൊരുവിധ സംശയവും വേണ്ട, ആശങ്കയും വേണ്ട. ഇനി അങ്ങനെയല്ല, ഇതൊക്കെ വെറുതെയാണെന്ന് ആര് പറഞ്ഞാലും ഗുരുവിനോ മഹാദേവ പ്രചാരക സംഘത്തിനോ ഇവിടെ അനുഭവത്തിൽ വന്ന പലർക്കും ഉണ്ട്, പല ആൾക്കാരുമുണ്ട്, അവർക്കാർക്കും അത് സമ്മതിച്ചു തരുവാൻ കഴിയില്ല. കാരണം ആ സമയത്ത് ഭഗവാൻ കൃത്യമായ രീതിയിൽ അളന്ന് കുറിച്ച് തന്നെ ഭക്തന്മാരെ സംരക്ഷിച്ച് നിലനിർത്തുക തന്നെ ചെയ്യും. അതിന് യാതൊരു സംശയവുമില്ല. അത് ഭഗവാന്റെ വ്രതമാണ്. അങ്ങനെ ഭക്തന്മാരെ രക്ഷിക്കുക എന്നതാണ് തന്റെ വ്രതമെന്ന് ഭഗവാൻ പറഞ്ഞു. അതിനാൽ എന്റെ ഭക്തന്മാരെ രക്ഷിക്കുന്നതിന് വേണ്ടിയാണ് ഞാൻ ഇവിടെ എത്തിയിരിക്കുന്നത്. ഭഗവാൻ ഇങ്ങനെ പറഞ്ഞ ശേഷം തന്റെ പിനാകം കൊണ്ട് ഭീമ രാക്ഷസന്റെ വാളിനെ 2 കഷണമാക്കി. കുപിതനായ രാക്ഷസൻ ത്രിശൂലം പറയും. രാക്ഷസന്റെ കയ്യിൽ ഒരു ത്രിശൂലം ഉണ്ടായിരുന്നു. പക്ഷെ ആ ത്രിശൂലത്തിൽ ത്രിഗുണാത്മകങ്ങളായ ത്രിശൂലമല്ല ഉണ്ടായിരുന്നത്, രാക്ഷസീയ ഗുണങ്ങളുള്ള ത്രിശൂലം. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ആ രാക്ഷസീയ ഗുണങ്ങളുള്ള ശൂലം പ്രയോഗിച്ചു. ആ ശൂലത്തെയും മഹാദേവൻ 100 കഷണങ്ങളാക്കി. പിന്നീട് അവർ തമ്മിൽ ഭയങ്കര യുദ്ധം നടന്നു. യുദ്ധത്തെക്കുറിച്ച് വളരെ വലിയ വർണ്ണനകളാണ് പറഞ്ഞിരിക്കുന്നത്. അതെല്ലാം ഇവിടെ പറയുക പ്രയാസമാണ്, നമുക്ക് സമയം കൂടെ നോക്കണ്ടേ മക്കളെ. പിന്നീട് അങ്ങനെ ഭയങ്കര യുദ്ധം നടന്നു. അങ്ങനെ ലോകം മുഴുവൻ ഇളകി മറിഞ്ഞു. ഇതറിഞ്ഞ നാരദൻ ഭഗവാന്റെ അടുക്കലെത്തി പറഞ്ഞു, ജഗദീശ്വര, സകലരെയും മോഹിപ്പിക്കുന്ന അല്ലയോ മഹേശ്വര. പറയുന്ന എന്താന്ന് കേൾക്കൂ മക്കളെ. ജഗദീശ്വര, സകലരെയും മോഹിപ്പിക്കുന്ന അല്ലയോ മഹേശ്വര, അവിടുന്ന് ക്ഷമിക്കണമേ. ഈ ചോദ്യം ഒന്ന് കേൾക്കൂ. നാരദൻ ചോദിക്കുന്നത്, വെറുമൊരു പുല്ലു മുറിക്കാൻ അങ്ങേക്ക് കോടാലിയുടെ ആവശ്യമുണ്ടോ? എന്തർത്ഥവത്തായ ചോദ്യമാണ്. മഹാദേവൻ അങ്ങോട്ട് യുദ്ധം ചെയ്യുകയാണ്. ആയുധങ്ങളൊക്കെ എടുത്തിട്ട് അങ്ങോട്ട് കൊടുക്കുകയാണ്. രാക്ഷസൻ ഒന്നെടുക്കുമ്പോൾ മഹാദേവൻ പകരമൊന്ന് കൊടുക്കുന്നു. അങ്ങനെ ഈ മഹായുദ്ധം, എങ്ങനെ യുദ്ധം എന്ന് പറയുന്നത് പ്രപഞ്ചമാണ്. ഈ പ്രപഞ്ചം ഈ യുദ്ധം ചെയ്യുന്നത് എന്ന് പറയുന്നത് ഈ പ്രകൃതിക്ക് ദോഷമായി നിൽക്കുന്ന രാക്ഷസനെതിരെയാണ് യുദ്ധം നടത്തുന്നത്. അങ്ങനെ യുദ്ധം നടക്കുമ്പോൾ എന്ത് ചെയ്യും? അത് പ്രകൃതി ഇരുട്ടിലാകും. പ്രകൃതി ഇരുട്ടിലായി കഴിയുമ്പോൾ അവിടുത്തെ ജനങ്ങൾക്കും അവിടെ വസിക്കുന്നവരെയും അത് നല്ല രീതിയിൽ ബാധിക്കുവാൻ കാരണമുണ്ട്. അങ്ങനെ ബാധിക്കുന്ന സമയത്താണ് നാരദൻ വന്ന് പറഞ്ഞിരിക്കുന്ന ഒരു ചോദ്യം ചോദിക്കുന്നത്, ഭഗവാനെ, അവിടുന്ന് ക്ഷമിക്കണമേ, വെറുമൊരു പുല്ല് മുറിക്കാൻ അങ്ങേക്ക് കോടാലിയുടെ ആവശ്യമുണ്ടോ? അതായത് ഒരു പുല്ല്, ചെറിയൊരു പുല്ലിനെ മുറിക്കാൻ അങ്ങ് കോടാലി, മഴു എന്തിനാണ് അങ്ങ് ഉപയോഗിക്കുന്നത്? അതിന്റെ ആവശ്യമുണ്ടോ? അതായത് ഈ രാക്ഷസൻ എന്ന് പറയുന്നത് അങ്ങേക്ക് ഒരു പുല്ലിന് സമമാണ്, അതുപോലുമല്ല എന്നാണ് പറയുന്നത്. ലോകമാകെ ഇളകി മറിയുന്നുണ്ട് ഭഗവാനെ. അതിനാൽ ക്ഷണത്തിൽ അങ്ങ് ഇതിനെ വധിക്കുക. കാരണം പ്രപഞ്ചം കരുതുള്ളി നിന്നാൽ പിന്നെ ലോകമാകെ ഇളകും. ലോകത്തിനൊന്നും നിലനിൽപ്പില്ല. ഈ ഭൂഗോളങ്ങളെല്ലാം എങ്ങനെയെങ്കിലുമൊക്കെ പോകും. അങ്ങനെയുള്ള ഒരു അവസ്ഥയാണ് ആ സമയത്തുണ്ടായത്. നാരദൻ ഇങ്ങനെ അപേക്ഷിച്ച ഉടനെ ഭഗവാൻ ശങ്കരൻ ഒരു ഹുംകാര ശബ്ദം പുറപ്പെടുവിച്ചു. ഹുംകാര ശബ്ദം എന്ന് പറയുമ്പോൾ ഭഗവാൻ അതിന്റെ ആ ഒരു ഹുംകാരം, നമ്മൾ ഹും എന്ന് നമ്മൾ പറയുന്നു, അത് ഭഗവാൻ, അത് പ്രപഞ്ചത്തിന്റെ ശബ്ദം ഓം. അതുപോലെ അത് നമ്മൾ പറയുന്നതല്ല. ഭഗവാൻ ഹും എന്ന് പുറപ്പെടുവിച്ചു കഴിഞ്ഞാൽ ഈ ലോകം സകല ലോകങ്ങളും നടുന്നു. അങ്ങനെ ഒരു ഹുംകാര ശബ്ദം പുറപ്പെടുവിച്ചു. സകല രാക്ഷസന്മാരെയും ഭസ്മമാക്കി എന്നാണ് പറയുന്നത്. ആ ഹുംകാര ശബ്ദത്തിൽ കൂടി സകല രാക്ഷസന്മാരെയും ഭസ്മമാക്കി. ഈ ഹുംകാര ശബ്ദത്തിന് മറ്റൊരു ഇതുണ്ട്, നമ്മൾ ഓം ഹും, ബാക്കി ഗുരുവിന് പറയാൻ മന്ത്രമാണ്. അങ്ങനെ നമ്മൾ പറയുന്ന സമയത്ത് തീരെ പാപകർമ്മങ്ങൾ ചെയ്യുന്നവർക്ക് മോക്ഷം ലഭിക്കുമെന്നും പറയുന്നുണ്ട്. ഹുംകാരത്തിന് അങ്ങനെ ഒരു ഓങ്കാരം, ഹുംകാരം, ഇങ്ങനെ കുറെ ഇതുണ്ട്. അപ്പോൾ ആംകാരമുണ്ട്, ഓം, ആം, ഈങ്കാരമുണ്ട്, ഔകാരമുണ്ട്, ഇങ്ങനെ ഓരോ ഇതുണ്ട്. അതിലൊന്നാണ് ഹുംകാരം എന്ന് പറയുന്നത്. ഈ ഹുംകാരത്തിന് നമ്മൾ ഒരു ആ ശബ്ദത്തിൽ കൂടി ശത്രുവിന് പോലും മോക്ഷത്തെ കൊടുക്കാൻ കഴിയും. അതാണല്ലോ ഭഗവാൻ ചെയ്തത്. അസുരിക ജന്മങ്ങളെയൊക്കെ ഭസ്മമാക്കി മോക്ഷം കൊടുത്തു. അങ്ങനെ എല്ലാ ദേവന്മാരും അത് കണ്ട് സന്തോഷിച്ചു. അതുപോലെ ആ രാക്ഷസനിൽ നിന്നും അവർ മുക്തി നേടി. ലോകത്തിന് മുഴുവൻ സ്വസ്ഥതയും ലഭിച്ചു. അപ്പോൾ ദേവന്മാരും മുനിമാരും ഭഗവാനോട് പറഞ്ഞു, പ്രഭു, ഈ സ്ഥലം സകല ജനങ്ങളും വളരെ മോശമായിട്ടാണ് കാണുന്നത്. ഇവിടെ വരുന്നവർക്കെല്ലാം ദുഃഖമാണ് ഉണ്ടായിട്ടുള്ളത്. അതിനാൽ എല്ലാവർക്കും സൗഖ്യം നൽകുന്നതിന് അങ്ങയുടെ സാന്നിധ്യം ഇവിടെ ആവശ്യമാണ്. എല്ലായ്പ്പോഴും അതിവിടെ ആവശ്യമാണ് ഭഗവാനെ. അങ്ങ് ഇവിടെ ഭീമാശങ്കരൻ എന്ന പേരിൽ വസിച്ചുകൊണ്ട് സകലരുടെയും മനോരഥം നിറവേറ്റണം. അങ്ങയുടെ ഈ ജ്യോതിർലിംഗം എക്കാലവും പൂജനീയവും സകല ആപത്തുകളും നിവാരണം ചെയ്യുന്നതുമായി തീരുകയും വേണം. ദേവന്മാരുടെ അപേക്ഷ ഭഗവാൻ കേട്ടു. ഭഗവാൻ ശങ്കരൻ ഭീമാശങ്കരൻ എന്ന പേരിൽ അന്നു മുതൽ അവിടെ നിലകൊണ്ടു.
അങ്ങനെ ഭീമൻ എന്ന രാക്ഷസനെ കുംഭകർണനും കർക്കിടകയ്ക്കും ജനിച്ച രണ്ട് വിശേഷ സ്വഭാവ ഗുണങ്ങളുള്ള രാക്ഷസനായിരുന്നു അത്. അപ്പോൾ കുംഭകർണൻ എന്ന് പറയുമ്പോൾ 6 മാസം ഉറങ്ങും, 6 മാസം ഉണർന്ന് പ്രവർത്തിക്കുന്ന സമയത്ത് എന്തു ചെയ്യും? സ്ത്രീകളെ പോയി വേട്ടയാടുക, മുനിമാരെ നശിപ്പിക്കുക, ഇതൊക്കെയാണ് ജോലി. ഇതുപോലുള്ള കുംഭകർണന്മാർ നമ്മുടെ നാട്ടിലുമുണ്ട്. 6 മാസം ഒന്ന് ഇരുന്ന് ഉറങ്ങുക എന്ന് പറയുന്നത് 6 മാസം എന്തെങ്കിലും ചെയ്ത് മടി പിടിച്ച് നിൽക്കും. അത് കഴിഞ്ഞ് വീണ്ടും 6 മാസം ഉണർന്ന് പ്രവർത്തിക്കും. 6 മാസത്തെ അവന്റെ പ്രവർത്തനം കൊണ്ട് ഒരു 6 വർഷം പിന്നെ ലോകം ഇതായിപ്പോയി. അങ്ങനെയുള്ള ആൾക്കാരുണ്ട്. ആ പ്രദേശമാകെ ഇതായിപ്പോയി. അപ്പോൾ അതുപോലെ ആ ഒരു രാക്ഷസീയ സ്വഭാവത്തിലുണ്ടായ ഒരു ജന്മമായിരുന്നു ഭീമൻ. ആ ഭീമാസുരനെ മോക്ഷം നൽകിക്കൊണ്ട് അവിടെ ഭീമാശങ്കരനം എന്ന പേരിൽ ഭഗവാൻ. നോക്കൂ, അവിടെ ആകെ നിറഞ്ഞു നിന്നിരുന്നൊരു നെഗറ്റീവ് എനർജിയാണ്. കുംഭകർണനിൽ നിന്നുള്ള നെഗറ്റീവ്, കർക്കിടകയിൽ നിന്നുള്ള നെഗറ്റീവ്, ഭീമന്റെ പേരിലുള്ള നെഗറ്റീവ്, ഇതിനെ എല്ലാം കൂടി ഭഗവാൻ അങ്ങ് മാറ്റിക്കൊണ്ട് അതിനെ അങ്ങ് പോസിറ്റീവാക്കി മാറ്റി. എന്നിട്ട് ആ പേരും കൂടി ഭഗവാൻ അങ്ങ് എടുത്തു. നോക്കണേ, ആ ഒരു പേര്, ആ പേരിനെ ഭഗവാൻ ഇല്ലാതാക്കിയിട്ടില്ല. അങ്ങനെ ആ പേര് കൂടി ഭഗവാൻ എടുത്തിട്ട് ഭഗവാന്റെ പേരിന് മുമ്പേ ആ പേരും കൂടി അങ്ങ് ചേർത്തു, ഭീമാശങ്കരൻ. എവിടെ രാക്ഷസൻ എന്താ സംഭവിച്ചതിനാൽ ഭഗവാന്റെ പേരിന് മുന്നേ ആ രാക്ഷസന്റെ പേര് വരിക എന്ന് പറയുമ്പോൾ അവിടെ മോക്ഷമാണ് ഉണ്ടായത്, പരമമായ മോക്ഷമാണ് ഉണ്ടായത്. അതുകൊണ്ട് ഭഗവാൻ ആരെയും വധിക്കുന്നില്ല, ഭഗവാൻ ആരെയും ക്രൂരമായി പീഡിപ്പിക്കുന്നൊന്നുമില്ല. ഭഗവാൻ മോക്ഷം കൊടുക്കുന്നു, മുക്തി നൽകുന്നു. പിതാവല്ലേ, രാക്ഷസന്റെ ആണെങ്കിലും പിതാവല്ലേ, ആരുടെയും എല്ലാവരുടെയും പിതാവാണ്. അങ്ങനെ തന്റെ പേരിന് മുന്നേ ഭീമയുടെ പേര് കൂടി ചേർത്തിട്ട് ഭീമാശങ്കരം എന്ന പേരിൽ അവിടെ ഒരു ശിവലിംഗം പ്രത്യക്ഷമാവുകയും അത് സ്ഥാപിക്കുകയും ചെയ്തു. അതാണ് ഭീമാശങ്കര ജ്യോതിർലിംഗം. അപ്പോൾ ഈ കഥ മനസ്സിലായല്ലോ. ഈ കഥയിൽ കൂടി നമുക്ക് ചില കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. മറ്റു കാര്യങ്ങളൊക്കെ വാട്സാപ്പിൽ കൂടി ചോദിക്കാം. ഇപ്പോൾ തന്നെ സമയം ഒത്തിരി കിടന്നു. എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. ഓം ഹരഹര ശിവശങ്കര, ജയ ജയ ശിവശങ്കര. ഓം കൈലാസവാസ, ഓം സർപ്പധാരി, ഓം ഭസ്മഭൂഷണ, ഓം ഗംഗാധര, ഓം ജടാധര, ഓം ത്രിനേത്ര, ഓം ത്രിശൂലനാഥ, ഓം ഉമാമഹേശ്വര നമോ നമഃ. भगवाने अघोरमूर्ते भगवाने